വായനശാലകളിൽ നമ്മൾ പോകാറുണ്ട്, പുസ്തകങ്ങൾ വായിക്കാറുമുണ്ട്. എന്നാൽ വയനാട് തിരുനെല്ലിയിൽ ഒരു വായനശാലയുണ്ട്. എന്താ പ്രത്യേകതയെന്നല്ലേ നമുക്ക് കണ്ടുവരാം. വനത്താലും തോട്ടങ്ങളാലും ചുറ്റപ്പെട്ട തിരുനെല്ലി. വികസനം ഇവിടെയുമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പാതകളും പാലങ്ങളും സജീവം. കബനിയുടെ പോഷക നദിയായ കാളിന്തിയുടെ കുറുകെയുള്ള നെട്രപ്പാലം എത്തുന്നതിന് അല്പദൂരം മുൻപ് ഇങ്ങനെയൊരു ബോർഡ് നമ്മുടെ കണ്ണിലുടക്കും. ചേച്ചി, ഇതേതാ സ്ഥലം എന്ന് ചോദിച്ചാൽ മറുപടി പറയും, ഈ സ്ഥലത്തിന്റെ പേരാണ് വായനശാല. അതെന്താ അങ്ങനെ ഒരു പേര് എന്ന് ചോദിച്ചാലോ? എൻ്റെ ഓർമ്മയിൽ എനിക്ക് പറയുന്നത് ഒരു ബസ് സ്റ്റോപ്പ് വന്നതോടുകൂടിയാണ് വായനശാല എന്നുള്ളൊരു സ്റ്റോപ്പായത്. പിന്നെ ഇത് നമ്മുടെ മാനിക്കൊല്ലി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ അച്ഛൻ്റെ സ്മരണാർത്ഥം മേടിച്ച ഒരു സ്ഥലമാണ് വായനശാലയ്ക്കായിട്ട് വിട്ടുകൊടുത്തത്. വായിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നല്ലപോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരില്ലാത്ത വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത് കിടക്കുന്നത്. സ്റ്റോപ്പ് അങ്ങനെയാണ്, വായനശാല എന്നാണ് ടിക്കറ്റ് ഇത് വന്നത്. അങ്ങനെയാണ് ഇത് വായനശാല എന്നുള്ള ബോർഡും അവിടെ വെച്ചത്. പ്രവർത്തിച്ചിരുന്ന വായനശാല ഇപ്പോൾ ഇടിഞ്ഞു വീഴാറായ കെട്ടിടം മാത്രമാണെങ്കിലും പ്രദേശം ഇന്നും അറിയപ്പെടുന്നത് വായനശാല എന്ന് തന്നെ. സമീപത്തെ ബസ് സ്റ്റോപ്പ് എന്ന് വിളിക്കുന്ന കൂരയ്ക്കും പേര് വായനശാല ബസ് സ്റ്റോപ്പ് എന്നാണ്. കുഞ്ഞുണ്ണി മാഷി പറഞ്ഞത് ഓർമ്മയില്ലേ? വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അറിവിൻ്റെ ലോകമാണ് വായനശാല. തിരുനെല്ലിയിലെ ഈ വായനശാല നിറവിൻ്റെ ലോകമാണ്, വന്യതയുടെ സൗന്ദര്യം നിറഞ്ഞ ലോകം. വായനശാലയിൽ നിന്നും കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ഈ വായനശാല എന്ന പേരിൽ കുറെ സ്ഥലങ്ങളുണ്ട്. കൃഷിയുടെ നാട്ടിലുണ്ട്. എന്റെ നാട്ടിൽ എന്റെ ജംഗ്ഷൻ അറിയപ്പെടുന്ന വായനശാല ജംഗ്ഷൻ എന്നാണ്. അപ്പം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. പിന്നെ വായനശാലകൾ, വലിയ കെട്ടിടങ്ങളൊക്കെ നാട്ടിലുണ്ട്, പക്ഷെ അവിടെ പുസ്തകം എടുക്കാൻ ആളില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.